ടോപ്പിക് നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് അനാലിസിസ് ആൻഡ് എക്സ്ട്രാക്ഷൻ ടെക്നിക്കാണ്. അപ്പം നമ്മൾ നമ്മൾ അൺസ്ട്രക്ചർഡ് ഡാറ്റ കണ്ടു. അൺസ്ട്രക്ചർഡ് ഡാറ്റേനെ സ്ട്രക്ചർഡ് ഡാറ്റ എങ്ങനെ ആക്കണം എന്നൊക്കെ ജസ്റ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു അല്ലേ. സോ നെക്സ്റ്റ് സ്റ്റെപ്പ് ഇസ് ദ അനാലിസിസ് ആൻഡ് എക്സ്ട്രാക്ഷൻ ടെക്നിക്. ആ ഡാറ്റയിൽ നിന്ന് നമുക്ക് അതിന് വേണ്ട ഇൻഫർമേഷൻ ആ ഡാറ്റ എന്താണെന്ന് അനലൈസ് ചെയ്യണം. ആൻഡ് ആ ഡാറ്റയിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ഇൻഫർമേഷനൊക്കെ എക്സ്ട്രാക്ട് ചെയ്യാനുണ്ടാവും അല്ലേ. അതാണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ നോക്കുന്നത്. ഓക്കെ. സോ in general, text analytic solutions use a combination of statistical and natural language processing technique to extract information from unstructured data. അപ്പോൾ നമ്മളിവിടെ ടെക്സ്റ്റ് അനലറ്റിക്സിൽ നോർമലി ഈ അൺസ്ട്രക്ചേർഡ് ഡാറ്റയിൽ നിന്ന് നമുക്ക് അൺസ്ട്രക്ചേർഡ് ഡാറ്റയിൽ നിന്ന് എന്തെങ്കിലും നമുക്ക് എക്സ്ട്രാക്ട് ചെയ്യണമെങ്കിൽ ഇൻഫർമേഷൻ നമുക്ക് എക്സ്ട്രാക്ട് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ അതിനെ അനലൈസ് ചെയ്യണമെങ്കിൽ ഇവിടെ നമ്മൾ നോർമലി യൂസ് ചെയ്യുന്നത് നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിങ്ങും അതുപോലെ സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോസസ്സിങ് ടെക്നിക്സ് ഒക്കെയാണ് യൂസ് ചെയ്യുക. ഓക്കെ. സോ NLP നിങ്ങൾ കേട്ടിട്ടുണ്ട്. ആ ടേമിൽ തന്നെ ഉണ്ടാവും നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിങ്. നാച്ചുറൽ ലാംഗ്വേജിലുള്ളതാണ് നമ്മൾ പ്രോസസ്സ് ചെയ്ത് അതിനാണ് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. NLP is a broad and complex field that has developed over the last 20 years, and a primary goal of NLP is to derive meaning from text. നോർമലി ഈ NLPൻ്റെ പേർപ്പസ് എന്ന് പറഞ്ഞാൽ എന്താ, അതിൽ തന്നെ ഉണ്ട് നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സ് ചെയ്യുക. അപ്പം ഈ ടെക്സ്റ്റിനെ പ്രോസസ്സ് ചെയ്തിട്ട് അതിൻ്റെ മീനിങ് എന്താണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാണ് എന്ത് ചെയ്യുന്നത്, നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിങ്ങിൽ ചെയ്യുന്നത്. Natural language processing generally makes use of linguistic concepts such as grammatical structures and parts of speech. അപ്പോൾ ഇതിൽ നമ്മൾ ഗ്രാമറും അതുപോലെ സ്പീച്ചിൻ്റെ ഓരോ ഭാഗങ്ങളൊക്കെ ഇതിന് അനലൈസ് ചെയ്ത് നോക്കുന്നുണ്ട് ഈ ഒരു NLP അല്ലെങ്കിൽ നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിങ്ങിൽ. അപ്പോൾ ഇതിൻ്റെ ഈ നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിങ് ചെയ്യുന്നതിൻ്റെ ഒരു ബേസിക് ഐഡിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആരാ ചെയ്തത്, ഹൂ ഡിഡ് വാട്ട് ടു ഹൂം വെൻ വേർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആരാണ് ചെയ്തത്, എന്താ ചെയ്തത്, ആർക്ക് വേണ്ടി, എപ്പോൾ, എങ്ങനെ, എവിടെ, അങ്ങനെയൊക്കെ ഇല്ലേ. അങ്ങനെയുള്ള എല്ലാ ക്വസ്റ്റ്യൻസുകളും ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള എല്ലാ ക്വസ്റ്റ്യൻസിൻ്റെയും ഒരു ആൻസറാണ് നമ്മൾ നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിങ്ങിലൂടെ ഒരു ടെക്സ്റ്റിനെ പ്രോസസ്സ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത്. ഓക്കെ. അപ്പോൾ നമ്മൾ ഇവിടെ അതുപോലെ തന്നെ അൺസ്ട്രക്ചേർഡ് ഡാറ്റേനെ നമ്മൾ അനലൈസ് ചെയ്യാനും അതിന്ന് ഡാറ്റ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യാനും നമ്മൾ ഇതേ ടെക്നിക്കാണ് യൂസ് ചെയ്യുന്നത്, നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ് എന്ന് പറയുന്ന ടെക്നിക്ക്. ഓക്കെ. ഇനി നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ് ആണ് ചെയ്യണമെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. ഈ നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ് ചെയ്യുമ്പോൾ അത് ഒരു 4 സ്റ്റെപ്പായിട്ട് അല്ലെങ്കിൽ 4 ലെവൽസ് ആയിട്ടാണ് ഡാറ്റേനെ അല്ലെങ്കിൽ ടെക്സ്റ്റിനെ അനലൈസ് ചെയ്യുന്നത്. ഡാറ്റേനെ എന്ന് പറഞ്ഞുകൊണ്ട് ടെക്സ്റ്റിനെ അല്ലെങ്കിൽ ആ അൺസ്ട്രക്ചർഡ് ഡാറ്റേനെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ 4 സ്റ്റെപ്പുകളിലൂടെയാണ് പോകുന്നത്. ആൻഡ് ഫൈനലി വി ഗെറ്റ് ദി കറസ്പോണ്ടിങ് ആൻസർ അല്ലെങ്കിൽ അതിൻ്റെ ഇൻഫർമേഷൻ എന്നിട്ടാണ് കിട്ടുക. അതിൽ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നോക്കുക. അത് ഇതേ ഓർഡറിൽ തന്നെ ചെയ്യണം കേട്ടോ. ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ലെക്സിക്കൽ ഓർ മോർഫോളജിക്കൽ അനാലിസിസ്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്, ലെക്സിക്കൽ അനാലിസിസ്. അതിന് പറഞ്ഞ വേറൊരു പേരാണ് എന്ത്, മോർഫോളജിക്കൽ അനാലിസിസ്. ഇതിലെന്താ ചെയ്യുന്നത്, ഇറ്റ് എക്സാമിൻസ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ വേർഡ് ഇൻക്ലൂഡിങ് പ്രിഫിക്സസ്, സഫിക്സസ്, റൂട്ട്സ്, പാർട്സ് ഓഫ് സ്പീച്ച് എക്സെട്ര. ഓക്കെ. അപ്പോൾ ഇതിലെന്താ ചെയ്യുന്നത്, വെരി ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടെക്സ്റ്റ് അല്ലെങ്കിൽ ഒരു പാരഗ്രാഫാണ് കൺസിഡർ ചെയ്യുക. അതിലുള്ള ഓരോ വേർഡിനെയാണ് എന്ത് ചെയ്യുക, അനലൈസ് ചെയ്യുക. എക്സാമിനിങ് ഈച്ച് വേർഡ്, ഓരോ വേർഡിനെയും എക്സാമിൻ ചെയ്ത് അതിൻ്റെ മീനിങ് എന്താണ്, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാണ് എന്തിൽ ചെയ്യുന്നത്, ലെക്സിക്കൽ അനാലിസിസിൽ ചെയ്യുന്നത്. ആ വേർഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രിഫിക്സും അതിൻ്റെ സഫിക്സും റൂട്ടും എങ്ങനെ, അത് നൗണാണോ വേർബാണോ അഡ്ജക്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കും കേട്ടോ. ദ ഇൻഫർമേഷൻ ദാറ്റ് വിൽ കോൺട്രിബ്യൂട്ട് ടു അണ്ടർസ്റ്റാൻഡിങ് വാട്ട് ദ വേർഡ് മീൻസ് ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ദി ടെക്സ്റ്റ് പ്രൊവൈഡഡ്. നമുക്കറിയാം അല്ലേ, ഒരു വേർഡിന് തന്നെ പല മീനിങ് ഉണ്ടാവും. ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി കോണ്ടെക്സ്റ്റ് അല്ലേ. എവിടെയാണ് നമ്മൾ ആ വേർഡ് യൂസ് ചെയ്യുന്നതിന് എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും വേർഡ്സിൻ്റെ മീനിങ് അല്ലേ. സോ അതേപോലെ ഇവിടെ എന്താ ചെയ്യുന്നത്, ഈ ഒരു സ്റ്റെപ്പിൽ എന്താ ചെയ്യുന്നത്, ഒരു വേർഡ് എന്താണ് മീൻ ചെയ്യുന്നത് അക്കോർഡിംഗ് ടു ദി കോണ്ടെക്സ്റ്റ്. അതായത് നമുക്ക് തന്നിട്ടുള്ള ഒരു സംഭവം ഉണ്ടല്ലോ അല്ലേ, ആ ഒരു കോണ്ടെക്സ്റ്റ് പ്രകാരം ഓരോ വേർഡിൻ്റെയും മീനിങ് എന്താണ്, വാട്ട് ഡസ് ഇറ്റ് മീൻസ്
അതാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു സ്റ്റെപ്പിൽ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഓക്കെ. Lexical analysis depends on a dictionary, thesaurus, or any list of words that provide information about those words. അപ്പോൾ നമുക്ക് ഈ ഓരോ വേർഡിൻ്റെയും മീനിങ് കണ്ടുപിടിക്കണ്ടേ? അങ്ങനെ മീനിങ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെയുണ്ടോ, ഡിക്ഷണറീസ് ഉണ്ടാവും, മറ്റേ thesaurus ഉണ്ടാവും, അങ്ങനെ കുറേ സാധനങ്ങൾ നമുക്ക് അവൈലബിൾ ആണ് അല്ലേ. അപ്പോൾ അങ്ങനെ എന്തൊക്കെയുണ്ടോ അതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഈ ഓരോ വേർഡ്സിൻ്റെയും മീനിങ് ഇവിടെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ആൻഡ് ഇൻ ദ കേസ് ഓഫ് എ വയർലെസ് കമ്മ്യൂണിക്കേഷൻ companies sales promotion, a dictionary might provide the information that promotion is a noun that can mean an അതൊരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞല്ലോ കേട്ടോ. പ്രൊമോഷൻ, ഇപ്പോൾ ഒരു പ്രൊമോഷൻ എന്നുള്ള വേർഡാണ് അനലൈസ് ചെയ്യുന്നതെങ്കിൽ ആ പ്രൊമോഷൻ എന്ന് പറയുന്ന വേർഡ് എന്താണ് അവിടെ മീൻ ചെയ്യുന്നത്. പ്രൊമോഷൻ എന്നുള്ള വേർഡ് ഓരോ കോണ്ടെക്സ്റ്റിൽ ഓരോന്നായിരിക്കും അല്ലേ. അല്ലേ, ചില ഇപ്പോൾ കമ്പനിയിൽ പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, എക്സിസ്റ്റിംഗ് പോസ്റ്റ് സീനിയർ പോസ്റ്റിലേക്ക് പോവുക. പിന്നെ മാർക്കറ്റിങ്ങിലുള്ള പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു പ്രൊഡക്റ്റിനെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതല്ലേ. അപ്പോൾ ഓരോ മീനിങ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഡിപ്പെൻഡിങ് അപ്പോൺ ദി കോണ്ടെക്സ്റ്റ് നമ്മുടെ ഓരോ വേർഡിൻ്റെ മീനിങ് എന്താണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യും. അതുപോലെ തന്നെ ആ വേർഡ് തന്നെ ആ കോണ്ടെക്സ്റ്റിനനുസരിച്ച് അത് ചിലപ്പോൾ നൗൺ ആയിരിക്കാം, ചിലപ്പോൾ അഡ്ജക്റ്റീവ് ആയിരിക്കാം, ചിലപ്പോൾ വേർഡ് അല്ല, അങ്ങനെയൊക്കെ ഓരോന്നായിരിക്കും. അപ്പോൾ അതെന്താണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യും. ഓക്കെ. അതുപോലെ തന്നെ അതിൻ്റെ വേരിയസ് വേർഷൻസ് നമ്മൾ ഈ ഒരു ഇതിൽ കണ്ടുപിടിക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പ്രൊമോഷൻ ആണെങ്കിൽ എന്തൊക്കെ ഉണ്ടാവും, പ്രൊമോഷൻസ്, പ്രൊമോട്ടിങ്, അങ്ങനെ കുറേ വേർഷൻസ് ഉണ്ട് അല്ലേ. അങ്ങനെയുള്ള കാര്യങ്ങളും ഇതും നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യും. അങ്ങനെ ഈച്ച് ആൻഡ് എവറി വേർഡ്, ഓരോ വേർഡും എന്താണ് മീൻ ചെയ്യുന്നത് ആ ഒരു കോണ്ടെക്സ്റ്റിൽ എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഒരു സ്റ്റെപ്പ്, ഒരു ലെവലാണ് എന്ത്, ലെക്സിക്കൽ അനാലിസിസ് എന്ന് പറയുന്നത്. ഓക്കെ. ഇപ്പോൾ ഇതാണ് ലെക്സിക്കൽ അനാലിസിസ്. സോ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സിൻറ്റാറ്റിക് അനാലിസിസ്. സിൻറ്റാറ്റിക് എന്ന് പറഞ്ഞാൽ ഒരു ലെവൽ ഹയർ, നമ്മൾ മറ്റേ ലെക്സിക്കലിനേക്കാളും ഒരു ലെവൽ ഹയറിലേക്ക് പോവുകയാണ്. ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മറ്റേടത്ത് വേർഡായിട്ടാണ് കൺസിഡർ ചെയ്തത് അല്ലേ. ഇവിടെ നമ്മളത് കൺസിഡർ ചെയ്യുന്നത് ഒരു കുറച്ചും കൂടി അതിൻ്റെ ഗ്രാമാറ്റിക്കൽ, ഇതിലെന്തൊക്കെ സ്ട്രക്ചേഴ്സാണ്, ആ ടെക്സ്റ്റിൽ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ വേർഡ്സിൻ്റെ കോമ്പിനേഷനാണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ നോക്കുന്നത്. സിൻറ്റാക്സ് കറക്റ്റാണോ, സിൻറ്റാറ്റിക് സെമാൻറ്റിക്സ് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ. അപ്പോൾ അതേപോലെ നമ്മൾ ആസ് എ സെൻറ്റൻസ് ആണ് നോക്കുന്നത്. ആസ് എ സെൻറ്റൻസിൽ അതിൻ്റെ സിൻറ്റാക്സ് കറക്റ്റാണോ, കാര്യങ്ങളൊക്കെ ആയിരിക്കും ഈ ഒരു അനാലിസിസ് ഫേസിൽ നമ്മൾ കൺസിഡർ ചെയ്യുക. നോക്കാം. Syntactic analysis uses grammatical structure to dissect the text and put individual words into context. Here you are widening your gaze from a single word to the phrase or the full sentence. നേരത്തെ നമ്മൾ സിംഗിൾ വേർഡ് ആയിരുന്നു കൺസിഡർ ചെയ്തത്. ഇവിടെ എന്താണ്, either we are considering a phrase or a full sentence, ഒരു ഫുൾ സെൻറ്റൻസ് ആയിട്ടൊക്കെയാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുക. And this step might diagram the relationship between the words or look for sequence of words that form correct sentence or for sequences of numbers that represents dates or monetary values. അപ്പോൾ എന്താണ്, നമ്മൾ നേരത്തെ കണ്ടെങ്കിൽ ഇപ്പോൾ ജസ്റ്റ് ഒരു വേർഡ് എടുക്കുകയാണെങ്കിൽ ആ വേർഡ് മാത്രം കറക്റ്റ് ആയാൽ മതി അല്ലേ. പക്ഷെ ആ വേർഡ് നമ്മളൊരു സെൻറ്റൻസിൽ യൂസ് ചെയ്യുമ്പം അവിടെ എന്ത് വേണ്ടി വരും, അതിന് കുറേ ഗ്രാമാറ്റിക്കൽ കാര്യങ്ങളൊക്കെ അതിൻ്റെ കൂടെ ആഡ് ഓൺ ആയിട്ട് വരും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു സെക്ഷനിൽ ഹാൻഡിൽ ചെയ്യുക. അപ്പം എങ്ങനെയാണ് വേണ്ടത്, എങ്ങനെയാണ് അറേഞ്ച് ചെയ്യേണ്ടത്, അത് കറക്റ്റ് ഫോമിലാണോ, അതുപോലെ തന്നെ നമ്പേഴ്സിന് കേസ് എടുക്കുകയാണെങ്കിൽ ഡേറ്റ്സ് ഒക്കെ കറക്റ്റായിട്ടാണോ, മണി ഒരു amount ഒക്കെ ആണെങ്കിൽ അതിൻ്റെ വാല്യൂ കറക്റ്റാണോ, അങ്ങനെയുള്ള മണീൻ്റെ വാല്യൂ ഇട്ടത് കറക്റ്റാണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് എന്തിൽ അനലൈസ് ചെയ്യുക, സിൻറ്റാറ്റിക് അനാലിസിസിൽ നമ്മൾ കൺസിഡർ ചെയ്യുക. ഓക്കെ, അതിൻ്റെ എക്സാമ്പിളായിട്ട് വേണ്ട തോന്നുന്നു, ജസ്റ്റ് മനസ്സിലാക്കിയത്. അപ്പം വേർഡ്സിന് നോക്കുകയാണെങ്കിൽ ആ വേർഡ്സിൻ്റെ ഗ്രാമേഴ്സും അതിൻ്റെ യൂസേജൊക്കെ കറക്റ്റാണോ നോക്കും. നമ്പേഴ്സിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഡേറ്റ്സ് ഒക്കെ ആണെങ്കിൽ അപ്പോൾ നമ്മൾ ചിലപ്പോൾ പറയുന്നുണ്ടാവും ഡേറ്റ് നമ്മൾ കൊടുക്കേണ്ടത് DD, YYYY എന്നുള്ള ഫോമാറ്റ് ആണെങ്കിൽ അവിടെ നമ്മൾ കൊടുത്തിട്ടുള്ള ഡേറ്റൊക്കെ അതേ ഫോമാറ്റിലാണോ എന്ന് ചെക്ക് ചെയ്യുക. അങ്ങനെയുള്ള കാര്യങ്ങൾ സിൻടാക്സ് കറക്റ്റ് ആണോ എന്നുള്ളതാണ് ഈ ഒരു സെക്ഷനിൽ നോക്കുന്നത്. ആൻഡ് സിൻടാക്സ് നോക്കണമെങ്കിൽ നമുക്കൊരു വേർഡ് ആയിട്ടല്ല കൺസിഡർ ചെയ്യുക. ഹിയർ വി ആർ കൺസിഡറിങ് ഐദർ ആസ് എ ഫ്രേസ് ഓർ ആസ് എ കംപ്ലീറ്റ് സെൻറ്റൻസ്. എന്നാലാണ് നമുക്ക് അതിൻ്റെ ആ സിൻടാക്സ് നോക്കാൻ പറ്റുള്ളൂ അല്ലേ. സോ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ലെവൽ ഓഫ് അനാലിസിസ് NLPയിൽ നടക്കുന്ന
സിൻടാക്സ്, സിൻടാക്റ്റിക് അനാലിസിസ്. ആഫ്റ്റർ സിൻടാക്റ്റിക് അനാലിസിസ് നമ്മൾ ഗ്രാമറൊക്കെ ചെക്ക് ചെയ്തെല്ലാം കഴിഞ്ഞു. വി മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ലെവൽ, ദാറ്റ് ഇസ് ദി സെമാൻറ്റിക് അനാലിസിസ്. സെമാൻറ്റിക് എന്ന് പറഞ്ഞാൽ വേർഡിൽ തന്നെ അതിൻ്റെ മീനിങ് ഉണ്ട് അല്ലേ. സെമാൻറ്റിക് എന്ന് പറഞ്ഞാൽ മീനിങ്, അതന്നെയല്ലേ അല്ലേ, അതിൻ്റെ മീനിങ് എന്താണ് എന്നുള്ളത് കറക്റ്റ് ആണോ എന്നുള്ളത് അല്ലേ. സിൻടാക്സ് എന്ന ഗ്രാമറും സെമാൻറ്റിക്സ് എന്ന് പറഞ്ഞാൽ മീനിങ്ങുമാണ്. സോ അത് കറക്റ്റ് ആണോ എന്നുള്ളത് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. Okay, so നോക്കാം. Semantic analysis determines the possible meaning of a sentence, and this can include examining word orders and sentence structure and disambiguating words by relating the syntax found in the phrases, sentences and paragraphs. അപ്പോൾ ഇവിടെ എന്താ ചെയ്യുന്നത്, ഒരു സെൻറ്റൻസിൻ്റെ മീനിങ് എന്താണ് അല്ലേ, വാട്ട് എ സെൻറ്റൻസ് മീൻസ്, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ സെൻറ്റൻസ് വാട്ട് ഇറ്റ് മീൻസ് എന്നുള്ള ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഒരു സ്റ്റെപ്പാണ് സെമാൻറ്റിക് അനാലിസിസ്. ഇതിലെന്താ ചെയ്യുന്നത്, നമ്മൾ വേർഡ്സ് കറക്റ്റ് ഓർഡറിലാണോ എന്ന് അനലൈസ് ചെയ്യും. അതിൻ്റെ സെൻറ്റൻസിൻ്റെ സ്ട്രക്ചർ നമ്മൾ പറയുന്നില്ലേ, നൗൺ ഫസ്റ്റ് നൗൺ വരും, പിന്നെ ഇത് വരും, പിന്നെ വേർബ് അങ്ങനെയൊക്കെ പഠിക്കുന്നില്ലേ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ, അതാണ് സെൻറ്റൻസിൻ്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ. അല്ലാണ്ട് ആദ്യം നമ്മൾ അഡ്ജക്റ്റീവ് കൊടുക്കില്ലല്ലോ. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ, അപ്പോൾ അങ്ങനെയുള്ള സെൻറ്റൻസിൻ്റെ സ്ട്രക്ചർ കറക്റ്റാണോ, പിന്നെ എന്തെങ്കിലും ആംബിഗ്യൂറ്റീസ് ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് എന്ത് ചെയ്യുക നമ്മുടെ സെമാൻറ്റിക് അനാലിസിസിൽ ചെയ്യുന്നത്. ഇവിടെ മീനിങ് ആണ് അതിന് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ്, അപ്പോൾ അതൊക്കെ സെറ്റായി. ആൻഡ് ദ ലാസ്റ്റ് ലെവൽ ഈസ് ദി ഡിസ്കോഴ്സ് ലെവൽ അനാലിസിസ്, ആൻഡ് ദിസ് അറ്റംപ്റ്റ്സ് ടു ഡിറ്റർമൈൻ ദ മീനിങ് ഓഫ് ടെക്സ്റ്റ് ബിയോണ്ട് ദ സെൻറ്റൻസ് ലെവൽ. സെൻറ്റൻസ് കൂടാണ്ട് ആ എൻറ്റയർ ടെക്സ്റ്റിൻ്റെ മീനിങ് എന്താണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഒരു സ്റ്റെപ്പ് അല്ലെങ്കിൽ ഒരു അനാലിസിസ് ആണ് എന്ത്, ഡിസ്കോഴ്സ് ലെവൽ അനാലിസിസ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിങ്ങിൽ നടക്കുന്ന 4 സ്റ്റെപ്സ്. ആൻഡ് ഈ 4 സ്റ്റെപ്സ് നടത്തിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ അൺസ്ട്രക്ചേർഡ് ഡാറ്റേനെ അനലൈസ് ചെയ്യുന്നത്. അൺസ്ട്രക്ചേർഡ് ഡാറ്റേനെ അനലൈസ് ചെയ്തിട്ട് അതിന്ന് നമ്മൾ ഇൻഫർമേഷൻ എക്സ്ട്രാക്റ്റ് ചെയ്യുന്നത് ഈ ഒരു 4 സ്റ്റെപ്പുകൾ കണ്ടക്ട് ചെയ്തുകൊണ്ടാണ്. ഓക്കെ, ഇതാണ്, ഇത് ക്ലിയർ ആയെന്ന് തോന്നുന്നു അനാലിസിസ്. നെക്സ്റ്റ് നമ്മൾ എക്സ്ട്രാക്ഷൻ്റെ കുറച്ച് കാര്യം പറഞ്ഞുതരാം. ടു എക്സ്ട്രാക്ട് ഇൻഫർമേഷൻ ഫ്രം വേരിയസ് ഡോക്യുമെൻറ്റ് സോഴ്സസ്, ഓർഗനൈസേഷൻസ് സംടൈംസ് നീഡ് ടു ഡെവലപ്പ് റൂൾസ്. അപ്പം ഇൻഫർമേഷൻ എക്സ്ട്രാക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഡോക്യുമെൻറ്റിന് കുറച്ച് റൂൾസ് ഒബേ ചെയ്യേണ്ടി ഉണ്ടാവും. ഓക്കെ, അതിൽ വരുന്ന സിമ്പിൾ നമുക്ക് റൂൾസ് എങ്ങനെ വരാം. ഈ റൂൾസ് എന്ന് പറയുന്നത് റൂൾസ് സെറ്റ് ചെയ്യുന്നത്, ഇപ്പോൾ ഒരു ഓർഗനൈസേഷൻ്റെ കേസാണെങ്കിൽ ആ ഓർഗനൈസേഷൻ്റെ റൂൾസ് സെറ്റ് ചെയ്യുന്നത് ചിലപ്പോൾ അതിൻ്റെ മാനേജ്മെൻ്റ് ആയിരിക്കും അല്ലേ, ആ ഒരു ഓർഗനൈസേഷൻ്റെ മാനേജ്മെൻ്റ് ആയിരിക്കും. ഇപ്പോൾ എല്ലാ ഓർഗനൈസേഷനിലും ഒരേ റൂൾസ് ആവണം എന്നില്ല. ഈവൻ ദോ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരേ ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ ആണെങ്കിൽ കൂടി ദ റൂൾസ്, ഓരോ ഓർഗനൈസേഷൻ്റെ ഉള്ളിലുള്ള റൂൾസും ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഇൻഡിവിജ്വൽ ഓർഗനൈസേഷൻ അല്ലേ. അല്ലാണ്ട് എല്ലാവർക്കും ഒരേ സംഭവം ഒരേതാണല്ലോ, എല്ലാം ഇൻഡിപെൻഡൻ്റ് തന്നെയാണ്. അപ്പോൾ അതേപോലെ ഇവിടെയും ഒരു ചെറിയൊരു എക്സാമ്പിൾ ഇവിടെ കാണിക്കുന്നുണ്ട്. ഓർഗനൈസേഷൻ്റെ റൂൾസ് എങ്ങനെയൊക്കെയാണ് വേണ്ടത്, അല്ലെങ്കിൽ ഓർഗനൈസേഷനിൽ ഒരു ഡോക്യുമെൻ്റ് ഉണ്ടാക്കുമ്പോൾ റൂൾസ് എങ്ങനെയൊക്കെയാണ് വേണ്ടത്. ഇതിൽ സിമ്പിളായിട്ടുള്ള കുറച്ചെണ്ണാണ്. ദ നെയിം ഓഫ് എ പേഴ്സൺ മസ്റ്റ് സ്റ്റാർട്ട് വിത്ത് എ ക്യാപിറ്റൽ ലെറ്റേഴ്സ്. നമ്മളൊക്കെ ഈ ഒരു ഓർഗനൈസേഷനിൽ വേണമെന്നില്ല അല്ലേ, നമ്മളൊക്കെ പണ്ടേ പഠിക്കുന്ന സംഭവമാണ്. എപ്പോഴും എന്തായിരിക്കണം, നൗൺ അല്ലേ, നൗണിൻ്റെ ഒക്കെ ഫസ്റ്റ് ലെറ്റർ എന്തായിരിക്കും, നമ്മൾ ക്യാപിറ്റൽ ലെറ്റേഴ്സ്. അതായത് ഈവൻ ഇഫ് ഇറ്റ് ഈസ് എ പ്ലേസ്, നെയിം, തിങ്, അതൊക്കെ ആണെങ്കിൽ നമ്മൾ എപ്പോഴും അതിൻ്റെ ഫസ്റ്റ് ലെറ്റർ എന്താ കൊടുക്കുക, വി സെറ്റ് ഇറ്റ് ആസ് എ ക്യാപിറ്റൽ ലെറ്റർ അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു സിമ്പിൾ റൂൾ ഉണ്ടെന്ന് വിചാരിക്കുക ഈ ഓർഗനൈസേഷനിൽ. പിന്നെ എന്താ ഉള്ളത്, എവറി കോഴ്സ് ഓൺ ദ കോളേജ് വെബ്സൈറ്റ് മസ്റ്റ് ഫോളോ എ 3-digit കോഴ്സ് നമ്പർ ആൻഡ് എ സെമിക്കോളൻ. അപ്പോൾ വേറൊരു റൂളാണ്, എന്താ പറയണേ, എല്ലാ കോളേജിലുള്ള എല്ലാ കോഴ്സുകളും നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുമ്പം എന്ത് വേണം, ഒരു 3-digit നമ്പർ വെച്ചിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. വെറും 3-digit നമ്പർ അല്ല, 3-digit നമ്പർ വിത്ത് എ സെമിക്കോളൻ അല്ലേ. പിന്നെ വരുന്ന എന്താണ് വേറൊരു എക്സാമ്പിൾ, വേറൊരു റൂള്, എ ലോഗോ മസ്റ്റ് അപ്പിയർ ഇൻ എ സർട്ടൻ ലൊക്കേഷൻ ഓൺ എവറി പേജ്. ഓർഗനൈസേഷന് എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടെന്ന് വിചാരിക്കുക, എന്തെങ്കിലും അപ്ലോഡ് ചെയ്യേ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം സ്റ്റോർ ചെയ്യേണ്ടിയിരിക്കുക, അതിൻ്റെ എവിടെയെങ്കിലും ഈ ഓർഗനൈസേഷനിൽ ലോഗോ വേണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കില്ലേ. അപ്പോൾ അതേപോലെ നമുക്ക് പല പല റൂൾസും ഈ ഓർഗനൈസേഷന് സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ഈ റൂൾസ് നമുക്ക് ഓർഗനൈസേഷനിൽ റൂൾസ് സെറ്റ് ചെയ്യാമെന്ന് പറഞ്ഞല്ലോ അല്ലേ. നമുക്ക് റൂൾസ് 2 തരത്തിലുള്ള 2 ടൈപ്പിലാണ് നമ്മൾ റൂൾസ് സെറ്റ് ചെയ്യുക.
ഐദർ മാനുവലി സെറ്റ് ചെയ്യും അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി സെറ്റ് ചെയ്യും. ഓക്കെ, 2 ഓപ്ഷനാണല്ലേ. ഇനി ചില സ്ഥലത്ത് എന്തായി കോമ്പിനേഷൻ ഓഫ് ബോത്ത് മാനുവലും ഓട്ടോമാറ്റിക്കിൻ്റെ കോമ്പിനേഷനായിട്ടും റൂൾസ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ നോക്കാം. ദ റൂൾസ് ക്യാൻ ബി മച്ച് മോർ കോംപ്ലക്സ്. നമുക്കറിയാം റൂൾസ് എപ്പോഴും കോംപ്ലക്സ് ആയിരിക്കും അല്ലേ. ഓർഗനൈസേഷൻസ് ക്യാൻ ജനറേറ്റ് റൂൾസ് മാനുവലി ഓട്ടോമാറ്റിക്കലി ഓർ ബൈ എ കോമ്പിനേഷൻ ഓഫ് ബോത്ത് അപ്രോച്ചസ്. നമുക്ക് ഏതൊരു ഓർഗനൈസേഷൻ എടുത്താലും ദേ ക്യാൻ ഐദർ സെറ്റ് ദ റൂൾസ് മാനുവലി ഓർ ഓട്ടോമാറ്റിക്കലി ഓർ എ കോമ്പിനേഷൻ ഓഫ് ബോത്ത്. എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. In the manual approach, someone uses a proprietary language to build a series of rules for extraction. അപ്പോൾ മാനുവലി ആണെങ്കിൽ എന്താ ചെയ്യുന്നത്, ആരെങ്കിലും ഒരാളായിരിക്കും ചെയ്യുന്നുണ്ടാവുക അല്ലെ, ഒരാളോ അല്ലെങ്കിൽ എ സെറ്റ് ഓഫ് പീപ്പിൾ, കുറച്ച് ആൾക്കാർ കൂടിയിട്ടായിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക, ഈ റൂൾസ് ഒക്കെ സെറ്റ് ചെയ്യുന്നുണ്ടാവുക. ആൻഡ് ദിസ് പേഴ്സൺ മേ ഓൾസോ ബിൽഡ് ഡിക്ഷണറീസ് ആൻഡ് ഓർ സിനോണിം ലിസ്റ്റ്. അപ്പോൾ ഇങ്ങനെ റൂൾസ് ഉണ്ടാക്കുമ്പോൾ ആ റൂൾസ് റെഫർ ചെയ്യണമല്ലോ അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു ഡിക്ഷണറിയോ അല്ലെങ്കിൽ ഒരു സിനോണിം ലിസ്റ്റൊക്കെ ഇയാൾ ഇതിൻ്റെ കൂടെ ഉണ്ടാക്കി വെക്കണം. ആൻഡ് വൈൽ ദ മാനുവൽ അപ്രോച്ച് ക്യാൻ ബി ടൈം കൺസ്യൂമിങ്, ഇറ്റ് ക്യാൻ പ്രൊവൈഡ് വെരി അക്യുറേറ്റ് റിസൾട്ട് അല്ലേ. നമുക്ക് ഒരു മാനുവലി ആണ് ചെയ്യുന്നതെങ്കിൽ മാനുവലി നമുക്ക് ടൈം കൺസ്യൂമിങ് ആണെങ്കിൽ കൂടി അത് തരുന്ന റിസൾട്ട് എന്തായിരിക്കും, വെരി വെരി കറക്റ്റ് അക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ടായിരിക്കും കിട്ടുക. ഓക്കെ, അപ്പോൾ അതിനൊരു ഡ്രോബാക്കുമായി ഒരു അഡ്വാൻറ്റേജുമായി അല്ലേ. ടൈം കൺസ്യൂമിംഗ് എന്ന് പറഞ്ഞ ഡ്രോബാക്കാണ് ആൻഡ് നമുക്ക് അക്യുറേറ്റ് ആയിട്ട് റിസൾട്ട് കിട്ടുന്നുള്ളത് നമുക്ക് അവിടെ ഒരു പോസിറ്റീവാണ്. ഇനി രണ്ടാമത്തെ ടൈപ്പാണ് ഓട്ടോമേറ്റഡ് അപ്രോച്ചസ് മേ യൂസ് മെഷീൻ ലേണിംഗ് ഓർ അതർ സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് റൂൾസ് ജനറേറ്റ് ചെയ്യണമെങ്കിൽ അത് എന്ത് ചെയ്യണം, മെഷീനെ ലേൺ ചെയ്യിപ്പിക്കണം അല്ലെ കുറേ കാര്യങ്ങൾ. അപ്പം മെഷീൻ തന്നെ കുറേ കാര്യങ്ങൾ ലേൺ ചെയ്തിട്ട് അതിനനുസരിച്ചിട്ട് ഈ മെഷീൻസ് റൂൾസ് ജനറേറ്റ് ചെയ്യുകയാണ് ചെയ്യുക. അപ്പം ഓട്ടോമാറ്റിക്കായി ചെയ്യണമെങ്കിൽ അത് നമ്മൾ മെഷീൻ ലേണിംഗ് യൂസ് ചെയ്യും അല്ലെങ്കിൽ എന്തെങ്കിലും സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്ക് വെച്ചിട്ടായിരിക്കും നമ്മൾ ഈ റൂൾസ് ജനറേറ്റ് ചെയ്യുന്നുണ്ടാവുക. ആൻഡ് ദ സോഫ്റ്റ്വെയർ ജനറേറ്റ്സ് റൂൾസ് ബേസ്ഡ് ഓൺ എ സെറ്റ് ഓഫ് ട്രെയിനിങ് ആൻഡ് ടെക്സ്റ്റ് ഡാറ്റ. അപ്പോൾ ഈ മെഷീൻ ലേൺ ചെയ്തിട്ടുണ്ട്, നമ്മൾ കുറേ കാര്യങ്ങൾ വെച്ചിട്ട് മെഷീനെ ലേൺ ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ. അതും പിന്നെ നമുക്ക് കൊടുത്ത ഡാറ്റേനെയും ബേസ് ചെയ്തിട്ടായിരിക്കും ഈ ഓട്ടോമാറ്റിക്കായിട്ട് റൂൾസ് ജനറേറ്റ് ചെയ്യുക. First, the system processes a set of similar documents to develop, that is, learn the rules. Then the user runs a set of test data to test the accuracy of the rules. അപ്പോൾ അതെന്താ ചെയ്യുക, മെഷീൻ ലേൺ ചെയ്യിപ്പിക്കുകയാണല്ലോ. അപ്പോൾ അതെന്താ ചെയ്യുന്നത്, ഇതേപോലത്തെ കുറച്ച് ഡോക്യുമെൻറ്റ്സ് വെച്ചിട്ട് മെഷീന് ചെയ്ത് നോക്കും. അത് കഴിഞ്ഞിട്ട് എന്താ ചെയ്യുന്നത്, യൂസർ സെറ്റ് ഓഫ് കുറേ ടെസ്റ്റ് ഡാറ്റ കൊടുക്കും. ടെസ്റ്റ് ഡാറ്റ കൊടുത്തിട്ട് അത് ഇതുപോലെ കറക്റ്റ് ആണോ ഇല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. എന്നിട്ടൊക്കെയാണ് അത് കറക്റ്റായിട്ട് അല്ലെങ്കിൽ അത് ഒറിജിനൽ ഡാറ്റേൻ്റെ മുകളിൽ അത് ഇംപ്ലിമെൻ്റ് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ 2 മെത്തേഡ്സ് ഓഫ് ഇംപ്ലിമെൻറ്റിങ് റൂൾ അല്ലേ. റൂൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന 2 ഡിഫറെൻറ്റ് അപ്രോച്ചസ് ആണ് ഈ പറഞ്ഞ. മാനുവലിയും ചെയ്യാം അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ടും ചെയ്യാം. ഇനിയിപ്പോൾ മൂന്നാമത്തെ ഓപ്ഷനാണ് ഇതിൻ്റെ 2ൻ്റെയും കോമ്പിനേഷനായിട്ടും ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് അണ്ടർസ്റ്റാൻഡിങ് ദി എക്സ്ട്രാക്റ്റഡ് ഇൻഫർമേഷൻ. അപ്പം നമ്മൾ അൺസ്ട്രക്ചർഡ് ഡാറ്റേനെ അനലൈസ് ചെയ്തു, അതിന് ഡാറ്റ എക്സ്ട്രാക്ട് ചെയ്തു അല്ലേ. ഇപ്പം അത് എന്തൊക്കെയാണ്, ആ ഇൻഫർമേഷൻ എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതിന് യൂസ് ചെയ്യുന്ന കുറച്ച് ടേംസ് ആണ് ഇവിടെ പറയുന്നത് കേട്ടോ. The technique described earlier in the chapter are generally combined with other statistical or linguistic techniques to automate the tagging and markup of text document to extract the following kind of information. അപ്പോൾ നമ്മൾ ഇതുവരെ ഈ ഒരു ചാപ്റ്റർ തുടങ്ങിയത് മുതൽക്ക് നമുക്ക് എന്താ ടെക്സ്റ്റ് അനാലിസിസ് ആണ് അല്ലേ, ടെക്സ്റ്റ് അനലറ്റിക്സ് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഡാറ്റേനെ നമ്മൾ അനലൈസ് ചെയ്ത് ആ ഡാറ്റയിൽ നിന്ന് ഇൻഫർമേഷൻ എക്സ്ട്രാക്ട് ചെയ്യാണ്. അപ്പോൾ അതിന് നമുക്ക് കിട്ടുന്ന ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഇൻഫർമേഷൻ എന്തൊക്കെയാണെന്നാണ് ഇവിടെ പറയുന്നത്. ഫസ്റ്റ് ടൈപ്പ് ഇസ് ടേംസ്. നമുക്ക് എന്താണ് കുറേ കീവേഡ്സ് കിട്ടും അല്ലെങ്കിൽ കുറേ ടേംസ് കിട്ടും അല്ലേ. ഓരോ ടേംസ് ഉണ്ടാവും നമ്മുടെ ഒരു ഡാറ്റ എക്സ്ട്രാക്ട് ചെയ്യുമ്പം അതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കുറേ ടേംസ് ഉണ്ടാവും. ഓർ അത് നമ്മൾ കീവേഡ്സ് എന്ന് പറയും. ടേംസ് അല്ലെങ്കിൽ കീവേഡ്സ്. രണ്ടാമത് നമുക്ക് കിട്ടുന്ന ഇതാണ് ഇൻഫർമേഷനാണ് അല്ലെങ്കിൽ ഇതിൽ വരുന്ന സംഭവമാണ് എൻറ്റിറ്റി എന്ന് പറയുന്നത്. എൻറ്റിറ്റി പറഞ്ഞാൽ ഇറ്റ് ഇസ് ഓൾസോ കോൾഡ് ആസ് നെയിംഡ് എൻറ്റിറ്റീസ്. ഇതിലെന്താ ഉണ്ടാവുക, പേര് അല്ലേ, ആൾക്കാരുടെ പേര് നമ്മൾ പഠിക്കുന്നുണ്ടാവും, ഡാറ്റാബേസിലൊക്കെ പഠിച്ച എൻറ്റിറ്റി തന്നെ. അതിലെന്ന് പറഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി എൻറ്റിറ്റീസ് ക്യാൻ ബി ഐദർ എ പേഴ്സൺ, എ പ്ലേസ്, ആൻ ഒബ്ജെക്റ്റ് അല്ലേ, അങ്ങനെ എന്തും ആവാം. എ തിങ്, അതിനാണ് നമ്മൾ എന്താ പറയുക, എൻറ്റിറ്റീസ് എന്ന് പറയാം. അപ്പോൾ നമുക്ക് എവിടെ നിന്ന് എന്ത് കിട്ടാം, ഈ ഡാറ്റ എക്സ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് കുറേ എൻറ്റിറ്റീസ് കിട്ടാൻ ചാൻസ് ഉണ്ട്.
അല്ലേ? അതിൽ എൻറ്റിറ്റീസ് ആണ് there. These are specific examples of abstraction. Examples are names of persons, names of companies, geographical location, contact information, date, time, currency, title. ഇതൊക്കെ എന്തിൽ പെടുന്നതാണ്? എൻറ്റിറ്റി. എനിത്തിങ്, അല്ലേ? ഒരു ഒബ്ജക്റ്റ്, എന്തെങ്കിലും ഒരു തിങ്ങിനെയാണ് നമ്മൾ എന്ത് പറയുക ഇവിടെ? എൻറ്റിറ്റീസ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് കിട്ടുന്ന ടൈപ്പ് ഇൻഫർമേഷനാണ് ഫാക്ട്സ്. ഫാക്ട്സ് എന്ന് പറഞ്ഞ വേറെ പേരാണ് റിലേഷൻഷിപ്പ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഫാക്ട്സ്, റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. ഈ റിലേഷൻഷിപ്സ് എന്താ ചെയ്യുന്നത്? അതാണ് അതിലെന്താ ഇൻഡിക്കേറ്റ് എന്ന് വെച്ചാൽ എന്താണ്, ഹൂ, വെൻ, വാട്ട്, വേർ എന്നൊക്കെയുള്ള കാര്യങ്ങളല്ലേ? അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ റിലേഷൻഷിപ്പ് നോക്കിയിട്ട് മനസ്സിലാവും. ഓക്കെ, സോ ഫാക്ട്സ് ഓൾസോ കോൾഡ് റിലേഷൻഷിപ്പ് indicates the who, what, where relationship between two entities. അതിനല്ലേ റിലേഷൻഷിപ്പ് യൂസ് ചെയ്യുന്ന. റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് കണക്ട്സ് ടു എൻറ്റിറ്റീസ്. രണ്ട് എൻറ്റിറ്റീസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണെന്നാണ് ഈ റിലേഷനിൽ അത് സ്പെസിഫൈ ചെയ്യുന്നത്. അപ്പോൾ ഈ റിലേഷൻഷിപ്പിൽ എന്താ ഉണ്ടാവുക? രണ്ട് എൻറ്റിറ്റീസിൻ്റെ ഇടയിലുള്ള റിലേഷൻ എന്താണ്? ഹൂ, വാട്ട്, വേർ, അങ്ങനെയുള്ള റിലേഷൻഷിപ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് ഈ ഒരു ഫാക്ട്സ് അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് സ്പെസിഫൈ ചെയ്യുന്നത്. പിന്നെ വരുന്നതാണ് ഇവൻറ്റ്സ്. While some experts use the term facts, relationship and events interchangeably, others distinguish between events and facts, stating that events usually contain a time dimension and often causes facts to change. അപ്പോൾ നോർമലി മിക്കവാറും ഇതിലും ഈ ഫാക്ട്സും അല്ലെങ്കിൽ ഇവൻറ്റ്സൊക്കെ ഒരേ ഇതിൽ തന്നെയാണ്, ഒരേ ടേം ഫാക്റ്റിന് തന്നെയാണ് ഇവൻ്റ് എന്നും പറയാറ്. ഓക്കെ, അതായത് ഇൻ്റർചേഞ്ചബിളി യൂസ് ചെയ്യുന്ന കുറച്ച് ടേംസ് തന്നെയാണ് ഫാക്റ്റ്, അതുപോലെ ഇവൻറ്റ്സ് എന്നൊക്കെ പറഞ്ഞ, റിലേഷൻഷിപ്പ് എന്നൊക്കെ പറഞ്ഞാൽ ഒരേ സാധനത്തിന് തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് നെയിമാണെന്ന് മാത്രം. പക്ഷേ ചില കേസിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. ഇവൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻറ്റ്സിൻ്റെ ടൈം എന്ന് പറഞ്ഞൊരു ഡയമെൻഷനും കൂടി ഉണ്ടാവും. മറ്റേ ഫാക്ട്സ് ആകുമ്പോൾ അതിൽ ടൈം എന്ന് പറഞ്ഞ ഡയമെൻഷന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. ഫാക്റ്റ് എപ്പോഴാണ് ഒക്കർ ചെയ്യുന്നത് അല്ലെങ്കിൽ എപ്പോഴാണ് ഒന്നൊന്ന് വേറെ ഒന്നിലേക്ക് ചേഞ്ച് വരുന്നത് എന്നുള്ളതിൻ്റെ ടൈമും കൂടി സ്പെസിഫൈ ചെയ്യുന്ന ഒന്നാണ് എന്ത്? ഇവൻറ്റ്സ് എന്ന് പറയുന്നത്. ഇതിൽ ടൈമിനൊരു ഇമ്പോർട്ടൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതാണ് ഇവൻറ്റ്സ്. പിന്നെ വരുന്നതാണ് കൺസെപ്റ്റ്സ്. These are sets of words and phrases that indicate a particular idea or topic with which the user is concerned. നമ്മൾ പറയില്ലേ കൺസെപ്റ്റ്, നമ്മളൊരു പുതിയൊരു കൺസെപ്റ്റ് പഠിക്കാൻ പോവുകയാണേ എന്ന് പറയില്ലേ? അപ്പോൾ അതിന് അവിടെ എന്താണ്? നമ്മൾ പുതിയൊരു ടേം അല്ലെങ്കിൽ പുതിയൊരു ടെക്നോളജി അല്ലെങ്കിൽ പുതിയൊരു സംഭവം, ഒരു പുതിയൊരു തിങ് പഠിക്കാൻ പോവുകയാണ് അല്ലേ? ഒരു പുതിയൊരു സംഭവം. അപ്പോൾ അതേപോലെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താവാം? സെറ്റ് ഓഫ് വേർഡ്സ്, ഫ്രേസസ് ഒക്കെ ആവാം. ദാറ്റ് ഇൻഡിക്കേറ്റ് എ പെർട്ടിക്കുലർ ഐഡിയ ഓർ ടോപ്പിക്. ഒരു പുതിയ ഐഡിയ, ഒരു പെർട്ടിക്കുലർ ഐഡിയ അല്ലെങ്കിൽ പെർട്ടിക്കുലർ ടോപ്പിക്കിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന സെറ്റ് ഓഫ് വേർഡ്സ് ഓർ ഫ്രേസസ് ആണ് എന്ത്? കൺസെപ്റ്റ്സ് എന്ന് പറയുന്നത്. ആൻഡ് ദിസ് ക്യാൻ ബി ഡൺ മാനുവലി ഓർ ബൈ യൂസിങ് സ്റ്റാറ്റിസ്റ്റിക്കൽ റൂൾ ബേസ്ഡ് ഓർ ഹൈബ്രിഡ് അപ്രോച്ചസ് ടു കാറ്റഗറൈസേഷൻ. ഇത് നമുക്ക് പലതരത്തിൽ ചെയ്യാൻ പറ്റും. മാനുവലി ചെയ്യാം. മാനുവലി ചെയ്യുമ്പോൾ അവിടെ യൂസ് ചെയ്യുന്ന ടെക്നിക്സ് ആണ് എന്ത്? സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സ് യൂസ് ചെയ്യാം, അവിടെ റൂൾ ബേസ്ഡ് ടെക്നിക്സ് യൂസ് ചെയ്യാം, ഹൈബ്രിഡ് അപ്രോച്ചസ് അതായത് രണ്ടിൻ്റെ കൂടി കോമ്പിനേഷൻ ആയിട്ടൊക്കെ നമുക്ക് ഈ മാനുവലി ഈ കൺസെപ്റ്റ്സ് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ബേസിക്. ഒന്നുകൊണ്ട് സെൻറ്റിമെൻറ്റ്സും കൂടി ഉണ്ട്. സെൻറ്റിമെൻറ്റ് അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് യൂസ് ടു ഐഡൻറ്റിഫൈ വ്യൂ പോയിൻറ്റ്സ് ഓർ ഇമോഷൻസ് ഇൻ ദ അണ്ടർലൈൻ ടെക്സ്റ്റ്. ഒരു ടെക്സ്റ്റിൻ്റെ ഒരു ടെക്സ്റ്റ് അല്ലെങ്കിൽ ഒരു സെൻറ്റൻസിൻ്റെ ഐഡിയ എന്താണ് അല്ലെങ്കിൽ അതിൻ്റെ വ്യൂ എന്താണ്, ഓക്കെ, അതിൻ്റെ ഇമോഷൻ എന്താണ് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിന് യൂസ് ചെയ്യുന്ന ടേമാണ് സെൻറ്റിമെൻറ്റ്സ് എന്ന് പറയുന്നത്. സം ടെക്നിക്സ് ഡു ദിസ് ബൈ ക്ലാസിഫൈങ് ടെക്സ്റ്റ് ആസ് ഫോർ എക്സാമ്പിൾ സബ്ജക്റ്റീവ് ഓർ ഒബ്ജക്റ്റീവ് യൂസിങ് മെഷീൻ ലേണിംഗ് ഓർ NLP ടെക്നിക്സ്. എപ്പോഴും യൂസ് ചെയ്യില്ല, ചില ടെക്നിക്കിൽ നമ്മൾ ഇങ്ങനെ സെൻറ്റിമെൻ്റ് അനാലിസിസ് നടത്താറുണ്ട്. അതിനു വേണ്ടി യൂസ് ചെയ്യുന്നത് നമ്മൾ മെഷീൻ ലേണിങ്ങും അതുപോലെ തന്നെ NLP ഇപ്പം നമുക്കറിയാലോ, നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ് അല്ലേ? അങ്ങനെയുള്ള ടെക്നിക്സൊക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ആ ഒരു ടെക്സ്റ്റിലുള്ള സെൻറ്റിമെൻറ്റ് എന്താണ് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഒരു ടെക്സ്റ്റ് നമ്മൾ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന് കിട്ടുന്ന വേരിയസ് ടേംസ്. ഓക്കെ, അല്ലെങ്കിൽ വേരിയസ് ടേംസ് തന്നെ പറയാം അല്ലേ? അല്ലെങ്കിൽ വേരിയസ് കൈൻഡ്സ് ഓഫ് ഇൻഫർമേഷൻ എന്ന് പറയാം. ടേംസ് വരുന്നുണ്ട്, എൻറ്റിറ്റീസ് വരുന്നുണ്ട്, ഫാക്ട്സ്, ഇവൻറ്റ്സ്, കൺസെപ്റ്റ്സ് ആൻഡ് സെൻറ്റിമെൻറ്റ്സ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഒരു ടെക്സ്റ്റ് അനാലിറ്റിക്സിന് റിസൾട്ടായിട്ട് കിട്ടുക. ഓക്കെ,
ഓക്കെ, അപ്പം നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് എക്സ്ട്രാക്റ്റഡ് ഇൻഫർമേഷൻ എന്താണെന്നുള്ളത് കണ്ടു അല്ലേ. ഇനി നമുക്ക് ഒറ്റ കാര്യം പറഞ്ഞുതരാം. ടാക്സോണമീസ് എന്ന് പറഞ്ഞ ഒരു ടേം ഉണ്ട്. ടാക്സോണമീസ് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ജസ്റ്റ് ഒരു ഓർഗനൈസേഷനിൽ ഒരു വേർഡിൻ്റെ മീനിങ് അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റിൻ്റെ മീനിങ് എന്താണ് എന്നുള്ളത് റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് ആക്ച്വലി ടാക്സോണമീസ് എന്ന് പറഞ്ഞത്. ഓക്കെ, 1 മിനിറ്റ്. ഓക്കെ, അപ്പം ടാക്സോണമി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓർഗനൈസേഷനിൽ ഒരു വേർഡിൻ്റെ മീനിങ് എന്താണ്, അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് എന്തൊക്കെയാണ് എന്നുള്ളത്, ഓരോ ടേംസിൻ്റെയും റിലേഷൻഷിപ്സ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നത് തന്നെയാണ് ടാക്സോണമീസ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. Taxonomies are often critical to text analytics. A taxonomy is a method for organizing information into hierarchical relationship. ഒരു ഓർഗനൈസേഷനിലെ ഇൻഫർമേഷനെ ഒരു ഹയറാർക്കിക്കൽ റിലേഷൻഷിപ്പിലാണ് ഈ ടാക്സോണമിയിൽ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഈസ് സംടൈംസ് റെഫർഡ് ടു ആസ് എ വേ ഓഫ് ഓർഗനൈസിങ് കാറ്റഗറീസ് because a taxonomy defines a relationship between the terms a company uses. It makes it easier to find and then analyze text. അപ്പോൾ ഒരു ഓർഗനൈസേഷനിൽ യൂസ് ചെയ്യുന്ന ടെക്സ്റ്റുകൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ ടേംസ് എന്തൊക്കെയാണ് അതിനെയൊക്കെ ഓർഗനൈസ് ചെയ്ത് വെക്കുന്ന ഒരു മെത്തേഡിനാണ് നമ്മൾ ടാക്സോണമി എന്ന് പറയുന്നത്. ഇത് ഓർഗനൈസ് ചെയ്ത് വെക്കുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ടെക്സ്റ്റ് അല്ലെങ്കിൽ ആ പെർട്ടിക്കുലർ ഒരു ടേം എവിടെയെങ്കിലും യൂസ് ചെയ്യുമ്പം അതിൻ്റെ മീനിങ് എന്താണ്, അതിന് എന്തായിട്ടാണ് റിലേഷൻഷിപ്പ് ഉള്ളത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അതിന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു പേർപ്പസിന് വേണ്ടിയിട്ട് ഒരു ഓർഗനൈസേഷനിൽ യൂസ് ചെയ്യുന്ന വേരിയസ് ടേംസിനെ ഒരു ഹയറാർക്കിക്കൽ സ്ട്രക്ചർ അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്സ് ടൈപ്പിൽ അറേഞ്ച് ചെയ്യുന്നതിനാണ് നമ്മൾ ടാക്സോണമി എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു എക്സാമ്പിളും കൂടി ഇവിടെ പറയുന്നുണ്ട്. A telecommunication service provider offers both wired and wireless service. അല്ലേ, നമുക്കറിയാലോ. ഇപ്പോൾ ഒരുവിധ എല്ലാ ടെലിഫോൺ കമ്പനീസും നമുക്ക് വയേർഡ് സർവീസ് അവൈലബിൾ ആണ്, വയർലെസ് അവൈലബിൾ ആണ് അല്ലേ. വയേർഡ് ആണെങ്കിൽ നമ്മൾ ലാൻഡ് ഫോണൊക്കെ വയേർഡ് സർവീസിൽ വരുന്നതാണ്, മൊബൈൽ ഫോണും വൈഫൈ അല്ലെ ഇൻ്റർനെറ്റൊക്കെ ആണെങ്കിൽ നമുക്ക് വയർലെസ്സിൽ വരുന്നതാണ്. സോ വിത്തിൻ ദ വയർലെസ് സർവീസ് ദ കമ്പനി മേ സപ്പോർട്ട് സെല്ലുലർ ഫോൺസ് ആൻഡ് ഇൻ്റർനെറ്റ് ആക്സസ് അല്ലേ. വയർലെസ്സിൽ വരുന്നതാണ് നമ്മൾ സെല്ലുലർ ഫോൺസും നെറ്റൊക്കെ. ആൻഡ് ദ കമ്പനി മേ ദെൻ ഹാവ് 2 or more ways of categorizing cellular phone service such as plans and phone types അല്ലേ. അതുപോലെ വേറെ കുറച്ച് കാറ്റഗറിയാണ് ഈ സെല്ലുലർ ഇതിലുള്ളത്. പ്ലാൻസ് ഉണ്ടാവും, പല ടൈപ്പ് ഓഫ് പ്ലാൻസ് ഉണ്ടാവും, പല ടൈപ്പ് ഓഫ് ഫോൺ ടൈപ്സ് ഉണ്ടാവും അല്ലേ. അങ്ങനെ ഓരോ ഇത് സപ്പോർട്ട് ചെയ്യുന്ന ഡിഫറെൻറ്റ് കാറ്റഗറീസ് ഓഫ് ഫോൺസും ഉണ്ടാവും. അതുപോലെ അതിന് പറ്റിയിട്ടുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്ലാൻസ് ഒക്കെ ഈ സെല്ലുലാർ കമ്പനീസ് കൊണ്ടുവരുന്നുണ്ടാവും. അപ്പം അതിനൊക്കെ അങ്ങനെയുള്ള ഈ ഓരോ കാര്യത്തിനെയും അറേഞ്ച് ചെയ്യുക അല്ലെങ്കിൽ അങ്ങനെയുള്ള ടേംസിൻ്റെയൊക്കെ റിലേഷൻഷിപ്പ് എന്തൊക്കെയാണെന്നൊക്കെ ഉള്ളത് ഐഡൻറ്റിഫൈ ചെയ്ത് അതിന് റെപ്രസെൻ്റ് ചെയ്യുന്ന ആ ഒരു ടെക്നിക്കാണ് ടാക്സോണമി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി വേറെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ടാക്സോണമി ക്യാൻ ഓൾസോ യൂസ് സിനോണിംസ് ആൻഡ് ആൾട്ടർനേറ്റ് എക്സ്പ്രഷൻസ് റെക്കഗ്നൈസിങ് ദാറ്റ് സെൽ ഫോൺ, സെല്ലാർ ഫോൺ ആൻഡ് മൊബൈൽ ഫോൺസ് ആർ ഓൾ ദ സെയിം. അതുപോലെ ടാക്സോണമിയിൽ നമ്മൾ സിനോണിംസ്, ഒരു വേർഡിൻ്റെ തന്നെ സിനോണിംസ് എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാനും അല്ലെങ്കിൽ അതൊക്കെ റെപ്രസെൻ്റ് ചെയ്യുകയും ചെയ്യും ടാക്സോണമീസിൽ. അതിൻ്റെ ഒരു എക്സാമ്പിൾ അവിടെ കാണിച്ചിട്ടില്ല. അപ്പോൾ സെൽ ഫോൺ എന്ന് പറയുന്നുണ്ടാവും, നമ്മൾ മൊബൈൽ ഫോൺ എന്ന് പറയും, സെല്ലുലാർ ഫോൺ എന്ന് പറയും അല്ലേ. ഒരേ സാധനത്തിന് തന്നെയാണ് ഇങ്ങനെ പല പേരിൽ പറയുന്നത്. അപ്പം അങ്ങനെയുള്ള സിനോണിംസും ഈ ടാക്സോണമിയിലാണ് നമ്മൾ ടാക്സോണമി വെച്ചിട്ട് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇത് ജസ്റ്റ് ഒരു ടേം ഞാനിവിടെ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ് അല്ലെങ്കിൽ ദ എക്സ്ട്രാക്റ്റഡ് ഇൻഫർമേഷൻ. അതിൽ വരുന്ന അത്രേ ടേംസേ ഉള്ളൂ. ടാക്സോണമി ഒരു എക്സ്ട്രാ ഒരു ടോപ്പിക്കായിട്ടാണ്, ടോപ്പിക് എന്നൊന്നും പറയില്ല, ജസ്റ്റ് ഒരു ടേം ജസ്റ്റ് അവിടെ എക്സ്പ്ലെയിൻ ചെയ്തു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു ഇന്നത്തെ ക്ലാസ്. താങ്ക് യു.